നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അവളോട് സംസാരിച്ചു നോക്കാം. പക്ഷേ അവള് വെല്ലുവിളിച്ചല്ലേ പോയത്. അതെ, ഭീഷണി ഒന്നിന് അവളടുത്ത് വില പോവില്ല. കാരണം പിടി ഇപ്പൊ അവളുടെ കയ്യിലാ. കുഞ്ഞ്. അത് ശരിയാ മാലതി പറഞ്ഞത്. അവൾക്ക് പോകാനൊന്നുമില്ല. അന്തസ്സുണ്ടോ, അഭിമാനമുണ്ടോ? നനഞ്ഞു പോയാ പിന്നെ മൊത്തം മുങ്ങിയാലും അവൾക്കൊന്നും നശിക്കില്ല. നേര് നെറിയും കെട്ടവള്. ഏത് കഷ്ടകാല സമയത്താണോ ഇവളെ കാർത്തിക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തോന്നിയത്? വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ മുത്തശ്ശി. മറ്റൊരു ഒന്നൊന്നര ഐഡിയ എന്റെ മനസ്സിൽ മിന്നി പൊലിയുന്നുണ്ട്. എന്താ നീ പേടിക്കാതെ പറയേ. ഈ ആടിനെ പ്ലാവില കാണിച്ച് മയക്കുന്ന പോലെ കുറെ രൂപ കൊടുത്താ അവൾ ഒതുങ്ങും തോന്നുന്നു. കാശിന് ആർത്തിയുള്ളവളവള്. എത്ര രൂപ വേണമെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ അവളൊന്ന് പോയി തന്നാ മതി. എന്നാ പിന്നെ അവളെ വിളിക്കേ, നമുക്ക് സംസാരിക്കാം. മോളെ മീനാക്ഷി, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ശരി മുത്തശ്ശി. അവളൊന്നും സമ്മതിക്കില്ല. അവള് ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടപ്പാക്കൂ. എനിക്ക് ഗാലറി ഇരുന്ന് കളി കാണണം, അത്രേ ഉള്ളൂ. നീ എന്താ മൈഥിലി പതിവില്ലാത്ത വിധം ഉറക്കെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കതൊന്നും പറ്റി? എനിക്കിനി ഒന്നും നോക്കാനില്ലടാ. ഞാൻ സ്വതന്ത്രയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. മൈഥിലി, നിനക്കെന്താ സംഭവിച്ചത്? വല്ലാത്തൊരു മാറ്റം. എല്ലാം നേരിട്ട് പറയടാ, നമുക്ക് നേരിൽ കാണാം. നേരിട്ട് കാണാമോ? ആ, നേരിട്ട് കാണാം. ഒന്നേലും നീ ആ കടപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ നീ എവിടെയാ വരുന്നതെന്നൊന്ന് മെസ്സേജ് ഇട്ടാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ മൈഥിലി. ശരി എന്നാ, ഓക്കെ. എന്താ നീ ഇവിടെ? എന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതല്ല, എന്നോട് വെറുപ്പുള്ള ഒരാള് എന്നെ കാണാൻ വന്ന എന്തിനാന്നാ ചോദിച്ചത്. കാണേണ്ടവരെ കാണാതിരിക്കാൻ പറ്റുമോ? പെട്ടുപോയില്ലേ? ആ, മുത്തശ്ശി നിന്നെ കാണുമെന്ന് പറയുന്നു. ഞാൻ വിളിക്കാൻ വന്നത്. എന്താ, ഇന്നും പൊതുവിചാരണയാണോ? വിചാരണയ്ക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. മുത്തശ്ശിക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടത്ര. ഓ, സന്ധി സംഭാഷണം. ഓക്കെ, അപ്പോ ഇത് ഉറപ്പായും സമാധാനപരമായ ഒരു സംസാരമായിരിക്കും അല്ലേ? ശരി, വിളിക്കുന്നിടത്ത് വരേണ്ടത് ഒരു സാമാന്യ മര്യാദയാണല്ലോ. ഞാനൊരു 15 മിനിറ്റിന് ശേഷം വരാന്ന് മുത്തശ്ശിയോട് പറ. ഇവള് ഒരു നടക്കൊന്നും ഇവിടുന്ന് പോകുന്ന മട്ടില്ല. വഴിയെ പോയ വയ്യവീലിയെ കാർത്തേട്ടൻ വിളിച്ചു കയറ്റിയതാണല്ലോ. എന്താ ആലോചിക്കുന്നു? മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും അല്ലേ? മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് പകരം അവരെ ബഹുമാനിക്കും. മാതാപിതാക്കളിൽ നിന്നും പഠിക്കേണ്ട ശീലമാ. നീ അത് പഠിച്ചില്ല, ഞാനെന്ത് ചെയ്യാനാ? ഒരു തർക്കം വേണ്ട. സമാധാനപരമായ ചർച്ചയ്ക്ക് ഞാൻ വരാന്ന് സമ്മതിച്ചതാ. മീനാക്ഷി ചെല്ല്, ഞാൻ വന്നേക്കാം. എന്നോടാ കളി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.